സർ, ആമുഖമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ ഫിഷറീസ് മന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ഫിഷറീസ് കഴിവുകേടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് ശേഷം കണക്കെടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണക്കെടുത്തു. കഴിഞ്ഞ ഗവൺമെന്റ് 5 വർഷ കാലയളവിലെ 6 ഇൻസിഡന്റ് ഉണ്ട് സർ, ഇതുപോലെ മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റു മന്ത്രിമാർ ഇടപെട്ടു. വടി കൊടുത്ത് അടി പേടിക്കാതെ. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം 30/6/2022 കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കയറി ഇടപെട്ട് സംസാരിച്ചു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം സർ. അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് കഴിവില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണോ ശശീന്ദ്രൻ കയറി ഇടപെട്ടതെന്ന് എനിക്കറിയില്ല. അന്ന് അദ്ദേഹത്തിന്റെ പിതാവടക്കം ഇരുന്ന ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനം പിന്നീട് ഒരു ഗവൺമെന്റ് വന്ന് നിർത്തലാക്കിയത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട റിയാസിനെ ഇപ്പൊ കാണുന്നില്ല. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു മന്ത്രിമാരെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതല്ല ഞങ്ങളുടെ രീതി എന്നൊക്കെ പറഞ്ഞു. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. സർ, എന്നെ കുറിച്ച് ഈ 17-ാം ദിവസത്തിൽ ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഈ സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ് സർ? ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല സർ. പിന്നെ നാണക്കെടുത്തി ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ. അപ്പോൾ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്.